ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു 3 സാധനം വെച്ചിട്ടുണ്ട്. ഇത് ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്. ഇത് നിങ്ങൾക്കറിയാം, ABC ജ്യൂസ് ഉണ്ടാക്കാനുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിപ്പോൾ ABC ജ്യൂസ് ഉണ്ടാക്കാനുള്ള 3 സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്. നമ്മളിതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ബാക്കി വരുമല്ലോ, ഇതിൻ്റെ പിശട് വരില്ല. പിശട് നമ്മൾ ദോശ മാവിനകത്തിട്ടിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കി കാണിക്കും. അത് നല്ല ടേസ്റ്റാണ്. ചട്നിയും കൂട്ടി തട്ടാൻ നല്ല സ്വാദാണ്. അപ്പോൾ നമുക്ക് ദോശ മാവ്, ഞാൻ ദോശ എടുത്തതിൻ്റെ ബാക്കിയാണിത്. ഇതിനകത്തിട്ടാണ് ഇതിൻ്റെ പിശട് വെച്ച് നമ്മൾ ഇടാൻ പോണത്. അടുത്ത നമുക്ക് പിന്നെ കാണാം. നമ്മൾ ABC ജ്യൂസിന് ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ ആപ്പിൾ കാണിച്ചിരുന്നല്ലോ, അതെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആപ്പിളിൻ്റെ നിറം മാറിയതല്ല, ഞാൻ ഇത് മറ്റേ ഗ്രേറ്റ് ചെയ്തതിൽ തന്നെ ഇതെല്ലാം ഗ്രേറ്റ് ചെയ്ത്, അതാണ് ഇതിന് കളർ മാറ്റം വന്നത്. ഇത് അധികം നേരം വെക്കരുതെന്നല്ലേ ഉള്ളൂ. ഇത് അതങ്ങനെ കളർ മാറിയതല്ല, ഇതിൻ്റെ കളർ അതിലോട്ടായതാണ്. ഇനി നമുക്കിത് മൂന്നും, ഇത് രണ്ടും ഞാൻ ഇത് ക്യാരറ്റും ബീട്രൂട്ടും ഒരുമിച്ച് തന്നെ അടിച്ചെടുക്കും. അതിന് ജ്യൂസ് എടുത്തിട്ട് അരിച്ചെടുത്തതിന് ശേഷം ആപ്പിൾ പ്രത്യേകം അരിച്ചെടുക്കും. നോക്കാം നമുക്ക്. നമ്മൾ ഈ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ എടുത്ത് വെച്ചിരിക്കുകയാണ്, ജാറിലിട്ടിരിക്കുകയാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം, തണുത്ത വെള്ളമാണ്, അതായത് ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലോട്ട് ഒഴിക്കുകയാണ്, ഒരു 1/2 കപ്പോളം. നമ്മളിത് ഇവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് അരിച്ചെടുക്കാൻ പോകണം, അരിപ്പിക്കാത്തിട്ട്. നമുക്ക് ഫുള്ള് ഇതിൻ്റെ നീരങ്ങ് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ജ്യൂസ് കാണാമല്ലോ, ജ്യൂസ് കൂടെ ഉണ്ട്. ഇതിൻ്റെ ആ പിശട് കണ്ട, ഈ പിശട് ഞാൻ കളയാനുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ആപ്പിൾ ഞാൻ അടിക്കാൻ പോവാണ്. അതിലേക്ക് തന്നെ ആപ്പിൾ ഇടുകയാണ്. ആപ്പിൾ ഞാൻ ഇതുപോലെ തന്നെ ആ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അതാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട. ഇനി ഇത് അടിച്ചുകൊണ്ട്, ഇതിന് വെള്ളം വേണമെന്നില്ല. നമ്മളിപ്പോൾ ആപ്പിൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ അടിച്ചുകൊണ്ടിരിക്കാം. എല്ലാം കൂടെ ആപ്പിളിൻ്റെ കൂടെ ഈ മറ്റേ ജ്യൂസ് കൂടെ എടുത്ത് വെച്ചിരിക്കുകയാണ്, അടിക്കാൻ പോകണം. ഇതിപ്പോൾ എല്ലാം കൂടെ അടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ആപ്പിളും കൂടെ ഇട്ട് അടിച്ചു. ഇനി ഇതൊന്നും കൂടെ നമുക്ക് അരച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ആപ്പിൾ അടിച്ചതിൻ്റെ കണ്ട, അതിൻ്റെ പിശടാണ്. ആപ്പിളിൻ്റെ നീര് മാത്രമുള്ള ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും കൂടെ അരച്ചതിൻ്റെ ജ്യൂസാണിത്. അപ്പോൾ ഇത് ആപ്പിൾ നമ്മൾ മറ്റേ ഇതിൻ്റെ കൂടെ അരച്ചതാണ്, ബീട്രൂട്ട് അരച്ച പാത്രത്തിൽ അരച്ചത്. ഇനി ബാക്കി ബീട്രൂട്ടും ക്യാരറ്റും കൂടെ അരച്ചതിൻ്റെ അതിൻ്റെ പിശടാണ്, അതുകൂടെ ഞാൻ ഇതിലോട്ട് ഇടുകയാണ്. ഒന്നും കളയാൻ പാടില്ല. ഇനി നമുക്കിതിലോട്ട് എടുത്തു വെച്ചിരുന്നില്ലേ മാവ്, ആ മാവ് നമുക്ക് ഒഴിക്കാം. ദോശ ചൂടാൻ പോകണതിൻ്റെ വലിയ കയ്യിലെടുത്തു. ഇനി നമുക്ക് ഇപ്പം പോരാ, കട്ടി ഇത് ഇരുന്ന് പെട്ടെന്ന് ഇതായി പോകും. അപ്പം ഞാൻ ആ ജാറ് കഴുകിയ വെള്ളം അതും കളയൂല, അത് ഒഴിക്കുകയാണ് ഇതിലോട്ട്. ഇച്ചിരി വെള്ളം നമുക്ക് ഒഴിക്കാം, ലൂസ് നോക്കാം, ദോശയുടെ പാകം. ഉപ്പിട്ട മാവായിരുന്നു, എന്നാലും ഇത് ഇട്ടിട്ട് ഒന്നും കൂടെ ഉപ്പൊക്കെ നോക്കാം നമുക്ക്. ഇത്തിരി വെള്ളം ഒഴിക്കാം. ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് പാകത്തിനുണ്ട്. ഉപ്പും ചെറിയൊരു പുളിയും മധുരവും എല്ലാം കൂടെ നല്ല രസമുണ്ട്. ഞാൻ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച്
എണ്ണയോ നെയ്യോ നമ്മുടെ ആവശ്യത്തിന് എന്താണെന്ന് വെച്ചാൽ. ഇത് ആദ്യം നമ്മൾ ചുടുമ്പോൾ ഇച്ചിരി കൂടുതൽ എണ്ണ ഒഴിക്കണം. ഉരുണ്ട് വരും കൂടുതൽ മാവ് എണ്ണ ഒഴിച്ച്. എന്നാലും ഇത് ആദ്യം ഒന്ന് ഇതിൽ നിന്ന് വിട്ട് വരണമെങ്കിൽ ഇച്ചിരി എണ്ണ കൂടുതൽ വരും. പിന്നെ അടുത്ത പ്രാവശ്യം വന്ന് ഒന്നും ചെയ്യേണ്ട, പെട്ടെന്ന് കൊണ്ടുവരും. ഞങ്ങളുടെ കല്ലിൻ്റെ ആണോ ദോശക്കല്ലിൻ്റെ ആണോ എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ചുട്ടപ്പോൾ അങ്ങനെ വന്നു. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ചുറ്റും ഇത്തിരി എണ്ണയോ നെയ്യോ ഒഴിക്കണം. അതുപോലെ പുറമേ ഇട്ടാൽ നല്ലതാണ്. സൈഡിലോട്ടായിപ്പോയി അത് കുഴപ്പമില്ല. മറ്റേ വശം വന്നിട്ടുണ്ട്, വെന്ത് കാണണം. ഓക്കെ, വെന്തിട്ടുണ്ട്. കണ്ടോ? ചിലപ്പോൾ ഇത് ഏത് ദോശയാണെങ്കിലും നമ്മളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ദോശയോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് ഇങ്ങനെ വരണില്ലെങ്കിൽ നമ്മളെന്താണ് ഈ ചട്ടകം കുറച്ച് വെള്ളത്തിലോട്ട് മുക്കിയിടും. തണുത്ത വെള്ളത്തിൽ, പച്ചവെള്ളം, തണുത്ത വെച്ചാൽ നമ്മുടെ പൈപ്പ് വെള്ളം, അതിനകത്ത് മുക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര കൊടുത്താലും ഓടിയങ്ങ് വരും. ഉണ്ടോ? വരണ ഇത് പൊട്ടിപ്പിടിച്ചില്ല. ഞാൻ പറയുകയാണ്, ഒരു ടിപ്പ് പറഞ്ഞതേ ഉള്ളൂ. ഇത് മതിയായി, ഞാൻ എടുക്കാൻ പോവാണ്. ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ABC ജ്യൂസ് കൊണ്ടുണ്ടാക്കിയ, അതിൻ്റെ പിശട് കൊണ്ടുണ്ടാക്കിയ ദോശയാണ്. ABC ജ്യൂസ് ഇവിടെ കാണാമോ എന്നറിയില്ല, ഭയങ്കര കളറാണ്. അതുകൊണ്ട് കണ്ടോ, ക്യാരറ്റ്, ബീട്രൂട്ട്, ആപ്പിൾ ഇതുകൊണ്ടുണ്ടാക്കിയാണ് ABC ജ്യൂസ്. അത് ബാക്കി വന്ന് അതിൻ്റെ പിശട് കൊണ്ടുണ്ടാക്കിയതാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്രാതലിൻ്റെ ഈ കളർ ആയിട്ടുള്ള ദോശയും. ഇത് സാധാരണ ദോശ. സാധാരണ ദോശയുടെ മാവിനകത്തോട്ട് ഇതിൻ്റെ ബാക്കി വന്ന എക്സ്ട്രാക്റ്റ് ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ദോശ. കൊള്ളാം അല്ലേ? നല്ല ടേസ്റ്റാണ്.